ദുര്യോധനന്റെ ഭരണം നിർത്തുകയും ദുര്യോധനൻ കൊല്ലപ്പെടുകയും ആ ദുര്യോധനൻ കൊല്ലപ്പെടുമ്പോഴും സർവസൈന്യാധിപനായ ഭീഷ്മൻ ജയിച്ചു വരികയും ആചാര്യനായ ദ്രോണൻ കൊല്ലപ്പെടാതിരിക്കുകയും ആചാര്യനായ ദ്രോണനോടും ഭീഷ്മനോടും കൂടിയിരുന്ന് ഞങ്ങൾക്ക് ഈ രാജ്യം ഭരിക്കാൻ ഇടയുണ്ടാവുകയും എല്ലാം ചെയ്യണമെന്ന് സങ്കല്പിക്കുന്ന ഒരു സങ്കല്പം ഒരു ഭാഗത്ത്. ഭീഷ്മന്റെയും ദ്രോണന്റെയും മൃത്യുവിനെ കടന്നല്ലാതെ ദുര്യോധനന്റെ മൃത്യുവിലേക്ക് നിനക്ക് സഞ്ചരിക്കാൻ പറ്റില്ല എന്നുള്ള യാഥാർത്ഥ്യം മറുഭാഗത്ത്. ഇവിടെ എങ്ങനെയാണ് യുദ്ധം ചെയ്ത് ജയിച്ചും പരാജയപ്പെട്ടും ഏതായിരുന്നാലും നീ ശാന്തി നേടുക? യുദ്ധത്തിലെ നിന്റെ പരാജയം രാജ്യം നേടാത്തതിലുള്ള ദുഃഖത്തിലേക്ക് നിന്നെ നയിക്കുമെങ്കിൽ, യുദ്ധത്തിലെ നിന്റെ വിജയം ദുര്യോധനന്റെ കരങ്ങളിൽ നിന്ന് രാജ്യം പിടിച്ചു വാങ്ങുന്നതോടെ നിന്റെ മുത്തച്ഛനും നിന്റെ ആചാര്യനും നിന്റെ കുലഗുരുവും നിന്നാൽ കൊല്ലപ്പെട്ടതിന്റെ ദുഃഖവും പേറിയായിരിക്കും നീ നടക്കുക. ജയവും പരാജയവും കർമ്മരംഗങ്ങളിൽ നിന്നെ ദുഃഖത്തിലേക്ക് നയിപ്പിക്കുമ്പോൾ നിന്റെ മനസ്സിനെ ഉദ്ധരിച്ചാൽ സർവാദരണീയമായ ശാന്തിയിലേക്ക് നീ വികസിക്കുന്നു. ഇതാണ് ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം ഗീതയുടെ മർമ്മം. ഇത് പഠിക്കുന്നവനും പഠിപ്പിക്കുന്നവനും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ രാജ്യത്തിന്റെ മഹത്വം. പക്ഷപ്രതിപക്ഷങ്ങളെ നോക്കാതെ മർമ്മപ്രധാനമായ ബിന്ദു കിട്ടിയോന്നറിയില്ല. നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കർമ്മത്തിലും ഈ സ്വഭാവമുണ്ട്. നിങ്ങൾ ഏത് കർമ്മത്തിൽ ഏർപ്പെട്ടാലും ഏത് കർമ്മം നിങ്ങൾ വിജയിപ്പിച്ചാലും ആ കർമ്മത്തിലെല്ലാം ദുഃഖമുണ്ട്. എതിരാളികൾ മാത്രമാണ് നിങ്ങൾക്കപ്പുറത്ത് നിൽക്കുന്നതെങ്കിൽ പോലും അവരുടെ കൈകളിൽ നിന്നുള്ള നേട്ടം നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ സുഖമായി അനുഭവിക്കുകയും മറ്റുള്ളവർക്ക് പങ്കുവയ്ക്കുകയും ചെയ്യുന്നത് കാണാൻ അവരില്ലല്ലോ എന്ന ദുഃഖമെങ്കിലും നിങ്ങൾക്കുണ്ടാവും. മനസ്സിലായില്ല? നിത്യവും അടിയുണ്ടാക്കുന്ന അമ്മായിയമ്മയും മരുമകളും നിത്യവും അടിയുണ്ടാക്കി ആരോഗ്യവതിയായിരുന്ന മരുമകള് ശത്രുവായ അമ്മായിയമ്മ മരിക്കുന്നതോടുകൂടി കിടപ്പിലാവും. ചരിത്രം ഇതാണ്. നിത്യരോഗിയായി കിടപ്പിലാവും. അതിന്റെ കാരണം തന്റെ വളർച്ച കാണാൻ ഇനി അവരില്ല. അവരുണ്ടായിരുന്നപ്പോൾ തനിക്ക് ആരോഗ്യമുണ്ടെന്ന് കാണിക്കണമായിരുന്നു. അതുകൊണ്ട് വെള്ളം കോരും, പാത്രം തേക്കും, പണിയെല്ലാം എടുക്കും, മത്സരിക്കും, ഗംഭീരാവും. അവർ മരിച്ചു കഴിയുമ്പോഴാണ് ഇപ്പൊ ശത്രുവിന്റെ മൃത്യു പോലും ആനന്ദത്തിലേക്കല്ല ദുഃഖത്തിലേക്കാണ് നയിക്കുക. കാരണം ശത്രുവിന്റെ പോലും സാന്നിധ്യത്തിലുള്ള ആ സർജനം അസാന്നിധ്യത്തിൽ നടക്കുന്നില്ല. ശത്രുക്കളായി കഴിയുന്ന അയൽവക്കക്കാരിൽ ഒരുവൻ സ്ഥലവും വിറ്റ് വേറൊരിടത്തേക്ക് പോയി കഴിഞ്ഞാൽ മറ്റവന്റെ പണി തീരും. മനസ്സിലായില്ല? മനസ്സിലായില്ല? മനസ്സെന്ന് പറയുന്ന സാധനത്തെ കുറിച്ച് ഭാരതീയൻ പഠിച്ച പോലെ വേറെ ആരും പഠിച്ചിട്ടില്ല. അതുകൊണ്ട് അത് ഭാരതത്തിൻ്റെതാണെന്ന് പറയുന്നതിൽ അഭിമാനിക്കുന്നതിൽ തെറ്റൊന്നുമില്ല. കാരണം ഭാരതത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഭാരതീയന്റെ അല്ല. മനസ്സിലായില്ലേ? അത് പണ്ടൊരു സ്വാമിയാര് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ പോലെ തീയ ഭാരം കയറ്റുന്നവൻ ഭാരതീയൻ എന്നാണ് അർത്ഥമെങ്കിൽ അതിന് ചേരുവെന്നാണ്. എന്ന് പറഞ്ഞാൽ ദുഷിച്ച ഭാരമെല്ലാം തലയിൽ വെച്ച് നടക്കുന്നവൻ, തീയത് എന്ന് പറഞ്ഞാൽ മോശമായത്, ദുഷിച്ച ഭാരമെല്ലാം തലയിൽ വെക്കുന്നവൻ ഭാരതീയൻ.
പാശ്ചാത്യൻ്റെ ബിഷപ്പ് മുഴുവൻ തലയിൽ വെച്ച് ചുമക്കുന്നവനാണ് ഭാരതീയൻ. അതുകൊണ്ട് നിങ്ങൾ ഭാരതീയരാണ് എന്ന് സ്വാമി മുഖത്ത് നോക്കി ചിലരോട് പറയാറുണ്ട്. വ്യാഖ്യാനം നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പലതും മറിച്ച് പറയുന്നത് ഒരു രസമായതുകൊണ്ട് ഭാരതീയൻ തീയഭാരൻ. ഇത്രയെല്ലാം വൈബ്രേഷൻസിന് അടിമയായിട്ട് നടക്കുന്ന വേറൊരു ജനതയൊന്നും തോന്നില്ല. സ്വാമി പറഞ്ഞ ശരിയാണ്. ഈ വൈബ്രേഷൻ ഒന്നുമില്ലാതെ ജീവിച്ച കുറെ പൂർവികർ, അവരുടെ ഉസ്യത്തായി സാധനം. അവിടെയാണ് മഹാഭാരതത്തിൽ ഇങ്ങനൊരു അർജുനനോ ഇങ്ങനൊരു യുദ്ധമോ ഇങ്ങനൊരു ഭീഷ്മരോ ഇങ്ങനൊരു ദ്രോണരോ വേണമെന്ന് നമുക്ക് നിർബന്ധമില്ലാത്തത്. ഇല്ലാതിരിക്കുന്നതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം. തൻ്റെ സന്തതി പരമ്പരകളെ ആത്മാർത്ഥമായി മാനസപുത്രന്മാരായി ഔരസപുത്രന്മാരായി സങ്കല്പിച്ച ഒരു ഋഷി പുങ്കവൻ, സാക്ഷാൽ വ്യാസൻ, തൻ്റെ സങ്കല്പലോകത്ത് അയോനിജനായ പുത്രനെയും തൻ്റെ സങ്കല്പലോകത്ത് തനിക്ക് പുത്രന്മാരായി അംബികയിലും അംബാലികയിലും ധൃതരാഷ്ട്രനെയും പാണ്ഡുവിനെയും ദാസിയിൽ വിതുരനെയും ഒക്കെ സങ്കല്പത്തിൽ സൃഷ്ടിച്ച് അവരുടെ കഥയിലൂടെ മാനവികതയുടെ കഥ മുഴുവൻ എഴുതി. അതിൽ തൻ്റെ തന്നെ അന്തരംഗത്തെ കൃഷ്ണൻ എന്ന് പേരിട്ട് വ്യാസായ വിഷ്ണുരൂപായ വ്യാസവേ നമോ വൈ ബ്രഹ്മനിധയെ വാസിഷ്ഠായ നമോ നമ എന്ന പ്രമാണത്തിൽ തന്നെ ആ കൃഷ്ണനെയും സൃഷ്ടിച്ച് ലോകത്തിന് നാളെ നന്മയിലേക്ക് പോകുന്നതിന് വേണ്ടി വരാനിരിക്കുന്ന ലോകങ്ങളെ മുഴുവൻ സങ്കല്പത്തിൽ കണ്ടുകൊണ്ട് എഴുതിയതാണെന്ന് ഒരൊറ്റ അടിക്കങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റതിനേക്കാൾ ഗംഭീരമായിരിക്കും. മനസ്സിലായില്ല? വ്യാസപ്രവർത്തനത്തിൻ്റെ വ്യാസേച്ഛയുടെ വ്യാസസങ്കല്പത്തിൻ്റെ ശക്തി കൂടുകയും ചെയ്യും. ആ ഒരു വ്യാസനെ വേണ്ടു ഇത്രയും കാലങ്ങളെ ഒന്നിച്ച് കാണാൻ. അവൻ തന്നെ കൃഷ്ണൻ എന്നെടുത്താൽ കുറെ കൂടെ മനോഹരവുമായി. യു കൺ ഫോളോ. ഇതാദ്യം പറഞ്ഞിരുന്നത് നിങ്ങളെന്നെ തല്ലും. ഇന്നിപ്പോൾ തൽക്കാലം സഹിക്കും. മനസ്സിലായില്ല? അതുകൊണ്ട് ഗീതയുടെയും വ്യാസന്റെയും ഒന്നും മഹത്വം കുറയുകയല്ല, കൂടുകയാണെന്നാണ് എൻ്റെ വിശ്വാസം. ഭാരതീയ സംസ്കൃതിയുടെയും ആർജവം വർദ്ധിക്കുകയാണ്. ജീവിച്ചിരുന്ന കുറേ ആളുകളുടെ ചരിത്രം വെറുതെ നോക്കിക്കണ്ട് എഴുതി വെക്കാനായിരുന്നുവെങ്കിൽ ഇത്ര ആഴമുള്ള ദർശനം എഴുതേണ്ട ആവശ്യം വരുന്നില്ല. ഒരു ചരിത്രകഥ മാത്രമേ ആകുന്നുള്ളൂ.